ഇദ്ദേഹത്തിൻ്റെ പേരറിയാത്ത ഒരു മലയാളിയില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ഇദ്ദേഹം ഒരു ഇതിഹാസമാണ്. ദി യെല്ലോ വേവ് പോഡ്കാസ്റ്റിൽ ഞാൻ റീണു. എനിക്കൊപ്പം ആ ഇതിഹാസമാണെന്ന് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ IM വിജയൻ. വിജയേട്ട നമസ്കാരം. നമസ്കാരം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം കേട്ട പേര് IM വിജയൻ എന്നുള്ളതാണ്. അന്ന് ഞാൻ ആലോചിച്ചു, IM വിജയൻ ആരാണ് ഇദ്ദേഹം? അപ്പോഴാണ് വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. എടീ 12 സെക്കൻഡിൽ പുള്ളി ഇൻ്റർനാഷണൽ ഗോൾ നേടിയിട്ടുണ്ട്, അതുപോലെ അദ്ദേഹവും ബൂട്ടിയും ചേർന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ കഥകൾ. അതിനുശേഷം ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് ഞാൻ നേരിട്ട് താങ്കളെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്തൊരു വലിയ മനുഷ്യനാണെന്നുള്ള ആരാധനയോടെയാണ് കണ്ടിരിക്കുന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, താങ്കളെ പോലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഈ സ്റ്റുഡിയോയിൽ കിട്ടിയതിൽ ഐ ഫീൽ എക്സ്ട്രീംലി പ്രൗഡ് ആൻഡ് ലക്കി. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കേട്ട കഥ സത്യമാണോ എന്ന് പറയണം. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത്. ഒരു സ്റ്റേഡിയത്തിൽ സോഡ വിറ്റ് നടന്ന ഒരാളാണ് പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസമായി മാറിയെന്നുള്ളത് പറഞ്ഞ് ബോറടിച്ചതാണെങ്കിലും ഞങ്ങൾ പുതിയ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടും അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പറയണം പ്ലീസ്. ഇല്ല, ഞാൻ അതൊരു എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു കളി നടക്കണ്ടായിരുന്നു. ഈ ചാക്കോൾ ട്രോഫിയൊക്കെ മറ്റേ സ്റ്റേഡിയത്തിൻ്റെ അതിൻ്റെ താഴത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കസിൻസ് ഉണ്ട് കുറച്ച് പേര്. അപ്പോൾ കളി കാണാൻ ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, എൻ്റെ ഏജുള്ളവരാണ് എല്ലാവരും. അപ്പോൾ നമുക്കവിടെ ചേട്ടൻ പകൽ ചെല്ലുമ്പോൾ അവിടെ പന്ത് പിടിക്കാനും ഇതൊക്കെ മറ്റേ ടീമുകളൊക്കെ വരും പന്ത് പിടിക്കാനൊക്കെ നിൽക്കുക. അപ്പോൾ അറിയാം സോഡ ഫാക്ടറിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ചോദിച്ചു, ഞങ്ങൾ കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സോഡ വിൽക്കുകയും ചെയ്യാം കളി കാണുകയും ചെയ്യാം. 2 ഐഡിയയാണ്. എന്തെങ്കിലും കാശ് കിട്ടുകയും ചെയ്യും, ഇപ്പോൾ കളി കാണുകയും ചെയ്യാം. ഇതിങ്ങനെ അന്നൊക്കെ പകലാണ് കളി, 3 മണിക്കൊക്കെ കളി, നല്ല വെയിലുമാണ്. അപ്പോൾ സോഡ ചിലവാകും, ആൾക്കാർ ഭയങ്കര ക്രൗഡല്ലേ. അങ്ങനെയാണ് അത് വിറ്റിങ്ങനെ നടന്നത്. സോഡയും സിഗരറ്റും ഇതൊക്കെ ഉണ്ട്. അന്നൊക്കെ സിഗരറ്റ് ഓപ്പണായിട്ട് ഇരുന്ന് വലിക്കാം സ്റ്റേഡിയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയി. കാരണം ഞാൻ അത് കുറേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർ കേട്ടിട്ടില്ലെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ. പിന്നെ സോഡ വിറ്റും നടന്നുകൊണ്ട് മാത്രം കളിക്കാരനായതല്ല കേട്ടോ. അതാണ് ഞാൻ അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഭയങ്കരമായിട്ട് ഹാർഡ് പ്രാക്ടീസ് ചെയ്യാൻ പന്ത് കളി തന്നെ. വേറെ പഠിക്കാൻ ഭയങ്കര മോശമാണ്. പന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡിലുള്ളതാണ്. അപ്പം എന്നോട് ഒരു ക്യാമ്പിൽ ഒരു 300 ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജോസ് പറമ്പെന്ന് പറഞ്ഞ ആളാണ് അവിടെ കൊണ്ടാക്കിയത് തന്നെ. ചാത്തുൻ സാറെ ക്യാമ്പായിരുന്നു അത്. സ്പോർട്സ് ഹൗസിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ. അപ്പം അതിന് മുന്നേ ഞാൻ കരാട്ടയ്ക്ക് പോകുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എന്നോട് ജോസ് പറമ്പൻ ചോദിച്ചു, നിനക്ക് പന്ത് കളിക്കണോ അതോ കരാട്ടോ? രണ്ടും കൂടി കണ്ട് കിടക്കാനുള്ള ശരീരം ഇല്ല എനിക്ക്. അപ്പോൾ എനിക്ക് പന്ത് കളിച്ചാൽ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫുട്ബോളിൽ വന്നത് തന്നെ. ഈ ഫുട്ബോളിനോടുള്ള ഇഷ്ടം തുടങ്ങാന്ന് പറയുമ്പോൾ നമ്മൾ പാടത്ത് നമ്മൾ തട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ശരിക്കും ഏതൊരു പ്രായത്തിലാണ്? കാരണം ഇപ്പോൾ ഒത്തിരി പേരും ഈ ISL ഒക്കെ കണ്ടിട്ട് വളരെ ചെറുപ്പത്തിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. അത് പക്ഷേ കളിയോടുള്ള പാഷൻ്റെ കൂടെ തന്നെ ഫെയിമിനോടുള്ളൊരു ആഗ്രഹം കൂടി ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ താങ്കളെപ്പോലെ ഒരാളെന്ന് പറയുമ്പോൾ അത് ഫെയിമിന് വേണ്ടി ചെയ്തതല്ല, ശരിക്കും അതിനോടുള്ള അന്യായമായ ഇഷ്ടം കൊണ്ട് പോയതാണ്. അപ്പോൾ അത് ഏത് പ്രായത്തിലാണ് ശരിക്കും തുടങ്ങുന്നത്? എനിക്ക് ഇത് തട്ടണം, എനിക്ക് ബുദ്ധിയുള്ളപ്പോൾ പന്ത് കളിക്കേണ്ടി ഞാൻ. അപ്പോൾ ഇപ്പോൾ ബുദ്ധി ഉണ്ടോ ചോദിക്കായിരിക്കും കേട്ടോ. ബുദ്ധിയൊക്കെ ഞാൻ ബുദ്ധിയുള്ള എനിക്ക് ആ ബോധം വെച്ചപ്പോൾ തന്നെ പന്ത് കളിക്കാൻ തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ കോലത്തുംപാട് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ പന്ത് കളിക്കുന്നവരാണ്, തുണിപ്പന്തും ഇതൊക്കെ കളിക്കാം. അപ്പോൾ അവരെ കണ്ടിട്ട് അപ്പോൾ അവരുടെ കൂടെ കളിച്ച് പിന്നെ എപ്പോഴും ഞങ്ങളുടെ സ്റ്റേഡിയത്തിന് മുകളിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ സ്റ്റേഡിയമാണ് തൊട്ടപ്പുറത്ത്. അവിടെ എപ്പോഴും കളികൾ ടൂർണമെൻറ്റ് ഇഷ്ടംമാതിരി വരും. അപ്പോൾ അത് കാണാൻ പോകണു. അങ്ങനെ കുറേ ടീമുകൾ പുറത്തുനിന്ന് വരുന്നു. അവിടെ JCT, അതുപോലെ മോംബഡൻസ്, അതിനൊക്കെ റോവേഴ്സ് കപ്പ് കളിക്കാൻ ഈ ചാക്കോൾ ട്രോഫി കളിക്കാൻ വരുമ്പോൾ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നു. പിന്നെ അങ്ങനെ ഫുട്ബോളിനോട് ഭയങ്കര ഭ്രമം തോന്നിയതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കളിക്കാരന് പലർക്കും അവർ ഏത് പൊസിഷനിലായിരിക്കും കളിക്കണേ എന്നുള്ളതൊന്നും അറിയത്തില്ല. ചെന്ന് കഴിഞ്ഞിട്ട് പലപ്പോഴും കോച്ചാണ് പറയുന്നത് നീ സ്ട്രൈക്കർ, നിനക്ക് ഗോൾ കീപ്പിംഗ് ആണ് നല്ലത് എന്നൊക്കെ, മിഡ്ഫീൽഡാന്നൊക്കെ. അപ്പം താങ്കൾ അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ്, മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടെങ്കിലും അഗ്രസീവ് സ്ട്രൈക്കർ. അപ്പം അത് സ്വയം തന്നെ ഞാൻ ഗോൾ അടിക്കുന്നവനാണെന്നുള്ളതിൽ നിന്നാണോ അതോ കോച്ച് ഏതത്? എനിക്ക് ആ സമയത്ത് പൊസിഷൻ പറയാൻ അറിയില്ലായിരുന്നു. എവിടെ കളിക്കും മുന്നിൽ ഫോർവേഡിനല്ല ഫ്രണ്ടിൽ കളിക്കാമെന്ന് പറയുന്നത്. ആ സമയം എന്നൊക്കെ എന്ത് സ്ട്രൈക്കർ, എന്ത് ഹാഫ് ബാക്ക്, എന്ത് ഡിഫൻസ് ഒന്നും അറിയില്ല.
ഗോളടിക്കുന്ന ആളാണ്. അപ്പോൾ ഫ്രണ്ടിൽ അടിക്കണോ? ഞാനൊക്കെ 5ൽ പഠിക്കുന്ന സമയം തന്നെ എന്തോരം ബോധമുണ്ടാവും. അത് 81ലാണ് ക്യാമ്പ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ കോച്ചസിന് തോന്നി നമ്മളെ കളി കണ്ടപ്പോൾ ഫോർവേഡ് കളിച്ചാൽ കൊള്ളാം തോന്നി. ആര് ചാത്തുണ്ണിയായിരുന്നു കോച്ച്, ചാത്തുർ സാറായിരുന്നു. അങ്ങനെ ആരാണ് ഇപ്പോഴത്തെ പോലെ ഞാൻ സെൻട്രൽ മിഡ്ഫീൽഡാണ്, അറ്റാക്കിങ് ഡിഫൻഡറാണ് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനത്? ഗോൾ അടിച്ചാൽ മതി. അതുപോലെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ താങ്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ അഗ്രസീവാണ്. അതായത് കൂടെ കളിച്ചവരും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരോട് അവർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ താങ്കളെ ചികിത്സിച്ച ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അഗ്രസീവ് കളി കൊണ്ടാണ് ഇത്. ഇപ്പം ചോദിക്കാം ഏത് ഡോക്ടർ? ഞാൻ ഡോക്ടർ ഷില്ലറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ IM വിജയൻ സാറിനെയൊക്കെ ഡോക്ടർ. അപ്പോൾ പറഞ്ഞു പരിക്ക് വന്നാലും കളിക്കരുതെന്ന് പറഞ്ഞാലും പോയി കളിക്കും. ഒരു സന്തോഷ് ട്രോഫിയുടെ സമയത്താണോ എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു സംഭവം? അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാലും എന്തായിരുന്നു? കാർട്ടിലേജ് പൊട്ടിയെന്നുണ്ട്. പൊട്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഒക്കെ കാർട്ടിലേജ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് കളിക്കുള്ളൂ എല്ലാവരും, അല്ലെങ്കിൽ ഒരു 4-5 മാസം റെസ്റ്റ് എടുത്ത്. ഞാനപ്പോൾ 2-3 ആഴ്ച റെസ്റ്റ് എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ സന്തോഷ് ട്രോഫി ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യും. ജോപ്പോളിൽ പിന്നെ കുറേ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള കാരണം ആ എക്സസൈസ് എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. ഫസ്റ്റ് കളി കളിച്ചില്ല, പിന്നെ സെക്കൻഡ് കളി അപ്പോൾ സാറ് കളി കാണാൻ വന്നു. ഞാൻ പറഞ്ഞു സാറ് ഇപ്പോൾ കളി കാണാൻ ഞാൻ ഇന്ന് കളിക്കണ്ടാവുമെന്ന് പറഞ്ഞു. കളി കാണാൻ വന്ന് ഷില്ലർ വന്ന്. ഞാൻ ജീവിതത്തിൽ പാൻറ്റ് അടിക്കാത്ത ആളാണ്. അപ്പോൾ ഒരു പാൻറ്റ് കിട്ടി, ഫീൽഡ് പാൻറ്റ് കിട്ടി. കർണാടക ആയിട്ടായിരുന്നു തോന്നുന്നു കളി. അതും ഡോക്ടറെ കാണിച്ചു കൊടുക്കണ്ടായി. ഞാൻ വന്ന് ഫിറ്റായി കാണിച്ചോ ഭാഗ്യത്തിനടിച്ച് ഗോളായത്. ഡോക്ടറെ ഭാഗ്യം. ഞാൻ പാൻറ്റ് എടുക്കാത്ത ആളാണ്. പാൻറ്റ് ഒരു വട്ടം എടുത്തിട്ട് മതിയായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് ഗോളായി. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എനിക്ക് എന്തെന്നാണ് കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു. ഇതേപോലെ തന്നെ എല്ല് പൂട്ടിയിട്ടേ, കാലിൻ്റെ എല്ല് പൂട്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്തു. സ്റ്റീലിട്ടിട്ട് ഒരു 3 മാസം 2 മാസം 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെവൻസ് കളിക്കാൻ പോയി. സെവൻസ് കളിക്കാൻ പോയി. അപ്പോൾ അപ്പം എൻ്റെ കാലിൻ്റെ ഇവിടെ അതിൻ്റെ ഉപ്പുറത്ത് തന്നെ ഒരു വലിയൊരു പോളം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് അവിടെ തന്നെ ചേച്ചിയും ഡോക്ടറാണ്, പ്രൊഫസറാണ്. ചേച്ചിയും ഡോക്ടർ കൂടി വീട്ടിൽ വന്നു. അതിൻ്റെ തൊട്ടും മുകളിലാണ് ഈ സ്റ്റീലിട്ട് എൻ്റെ തൊട്ടും മുകളിലാണ്. ആട്ടാ നീ എന്തിട്ട് കാണിക്കണേ? അതൊന്ന് ക്ലീൻ ചെയ്ത് ഭാഗ്യം പഴുത്തതിൻ്റെ ഉള്ളിൽ പിന്നെ സ്റ്റീലിട്ടിട്ടുള്ള എൻ്റെ കാല് മുറിച്ചാണ് എൻ്റെ വന്നേനെന്ന് പറഞ്ഞു. കാരണം ഒരു ഓണർ അന്നപ്പോൾ നമ്മൾ അത്ര സീരിയസ് ആക്കിയില്ലേ. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ, സ്റ്റീലിട്ടിരിക്കല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉണങ്ങിയിട്ടൊക്കെ പോയുള്ളൂ കളിക്കുക. ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയാമോ? ചില പേഷ്യൻസ് ഉണ്ട്, അവരെ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് അവരോട് പറയും അനങ്ങരുത്, ഇത്ര മാസത്തേക്ക് പോരുത്, ഇതെല്ലാം നിങ്ങൾ തെളിയിച്ചാൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. എങ്ങനെ വന്നാലും 6 അല്ലേ 9 മാസമെങ്കിലും എടുക്കും ഒരു ശരിക്കും പ്രോപ്പർ ആവാൻ. ഞാനിവിടെ നിന്ന് വിട്ടു, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അങ്ങനെ. പക്ഷേ കളിയോടുള്ള താങ്കളുടെ പാഷൻ എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ കരിയർ ഉടനീളം എടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നൊരു കാഴ്ചയും എന്ത് വന്നാലും വേദനയില്ല, ഒരു പ്രശ്നമില്ലാതെ നേരെ കളത്തിലിറങ്ങി കളിക്കുന്നതാണ്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഗെയിംസിലും ഇന്ത്യൻ ഗെയിംസിലും എല്ലാം മുൻനിരയിൽ താങ്കളെ കണ്ടുകൊണ്ടിരുന്നത്. ഈ കേരളത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കളി പക്ഷേ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തോട്ടും വികസിച്ച ഒരു കളിയായിരുന്നു അല്ലേ? ഇവിടെ നിന്ന് പോകാനായിട്ട് ആ ക്ലബ്ബുകൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ്? പക്ഷേ എൻ്റെ നാട് വിട്ട് ഞാൻ പോയില്ല എന്നാണോ? പുതിയ പുതിയ അവസരങ്ങൾ എന്തായിരുന്നു ആ ഒരു യാത്ര? ശരിക്കും ഞാൻ റെഡിക്കും ഫസ്റ്റ് എൻ്റെ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് ടീമിലാണ് പോയത്. അപ്പോൾ എനിക്ക് ഏജ് ഉണ്ടായിരുന്നില്ല, 18 വയസ്സാവണം കേരള ഗവൺമെൻറ് ജോലി ആവണമെങ്കിൽ. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു 6 മാസം ഗസ്റ്റ് കളിച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള പോലീസിൽ ചെന്നപ്പോൾ ഇന്ത്യയുടെ ഗ്രേറ്റ് പ്ലെയേഴ്സിൻ്റെ കൂടെയാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. കാരണം സത്യൻ, ഷർഫലി, പാപ്പച്ചൻ, കുര്യേഷ് മാത്യു അങ്ങനെ പറഞ്ഞ ഇന്ത്യയുടെ ടോപ്പ് പ്ലെയേഴ്സാണ്. അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. എനിക്ക് 17 വയസ്സായിട്ടുള്ളൂ. അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. ഒരു 6 മാസം അവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു. അത് എൻ്റെ 18 വയസ്സിൽ അപ്പോയിൻമെൻ്റ് ആവണം. ആ 18 വയസ്സ് സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റുന്നത്. എനിക്ക് എന്താ ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെതിരാണ് ഞാൻ കളിക്കുന്നത്. ഇതിനേക്കാളും വലിയ ബാക്സൊന്നും ഇന്ത്യയിൽ വേറെ എനിക്ക് നോക്കിയിട്ട് കാണാനൊന്നുമില്ല ഡിഫൻസിന് നിന്ന്. പിന്നെ ഇവരെ കൂടെ കളിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് മതി മറ്റുള്ളവരെതിരെ കളിക്കാൻ കൂളായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റും ഒരു ആത്മവിശ്വാസം. കാരണം എൻ്റെ കൂടെ കളിക്കുന്ന അവരുടെ കൂടെ കളിക്കുന്ന പുലികളാണ് എൻ്റെ കൂടെ കളിക്കുന്നത്. അതന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഈ 18 വയസ്സ് സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റിയത്.
ഒരു സന്തോഷ് ട്രോഫി അല്ല താങ്കൾ അല്ല കളിച്ചത്. ഫസ്റ്റ് സന്തോഷ് ട്രോഫി കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിൽ ഒരു ഒരു 91 വരെ. അപ്പം 90 പിന്നെ ഇന്ത്യൻ ടീമിൽ പോയി. അത് കഴിഞ്ഞിട്ട് 91 ഞാൻ കൽക്കട്ടയിൽ പോയി. കൽക്കട്ട പോയത് വേറെ ഒന്നുമില്ല, വീട് വയ്ക്കാൻ എല്ലാവർക്കും അറിയാം, അത് വീട് വയ്ക്കാൻ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ പ്രൊഫഷണൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രൊഫഷണൽ അല്ല കേട്ടോ, അവിടെ ആ സമയത്ത് തന്നെ പ്രൊഫഷണൽ അവിടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഞാനിങ്ങനെ കൽക്കട്ടയിൽ സൈൻ ചെയ്തു, 91 സൈൻ ചെയ്തു. അപ്പോൾ ഭയങ്കര പ്രഷറായിരുന്നു അവരുടെ നാട്ടിൽ നിന്ന്. വഞ്ചിച്ച് പോണു, നാടിന് വഞ്ചിച്ച് പോണു, ഭയങ്കര ലെറ്ററൊക്കെ വീട്ടിലൊരു കുന്നു. അന്ന് ലെറ്ററല്ല, ഫോണൊന്നും ഇല്ലല്ലോ. ലെറ്ററൊക്കെ വരുമ്പോൾ അമ്പ തെറിയും. അമ്മക്ക് കട്ടിലുമ്പോൾ 150 വട്ടം വീണുണ്ട് കേട്ടിട്ട്. പിന്നെ എന്നെ മറ്റേ രാജ്യദ്രോഹിയാക്കിയെന്നുണ്ട് പറഞ്ഞിട്ട് എഴുതിയിട്ടൊക്കെ. നാടിനെ വഞ്ചിച്ചവൻ, ആന, കുതിര, നീ അവിടെ പോയി രക്ഷപ്പെട്ടില്ല, അവിടെ പോയിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ക്യാമ്പിന് പോയി, ഇന്ത്യൻ ക്യാമ്പിന് പോയി. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക, അന്ന് വിഡ്രോ ചെയ്യാം, സൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു മാസം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വിഡ്രോ ചെയ്യാം. ഞാൻ ചെന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനെ വിഡ്രോ ചെയ്തു, വീണ്ടും നാട്ടിൽ കളിക്കാന്ന് വെച്ചിട്ട്. അപ്പോഴാണ് ഷറഫ് സാർ അവിടുന്ന് കൽക്കട്ടയിൽ നിന്ന്, സായിലായിരുന്നു ഞാൻ ബാംഗ്ലൂർ ക്യാമ്പ്, സായിലേക്ക് വിളിക്കണം. എന്തിനും വിഡ്രോ ചെയ്യുന്നും വേണ്ട, ഞാനും ഉണ്ട് ഇവിടെ. അപ്പോഴേ അറിയണല്ലോ ഷറഫ് സാർ അവിടെ വന്നിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന്, ആളും പോലീസിലല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി. പക്ഷെ ആ വിഡ്രോ ചെയ്തോണ്ടൊരു ഗുണമുണ്ടായിരുന്നു, 25,000 കൂടുതൽ കിട്ടി. അന്നത്തെ കാലത്താ 91 25,000 കൂടുതൽ കിട്ടി. ഓക്കെ, ഞാൻ ഷാഫ് സാറിനോട് താങ്ക്സും പറഞ്ഞു, ഞാൻ വീണ്ടും പോയി. പിന്നെ ഞാൻ കൽക്കട്ടയിൽ കളിച്ചു. പിന്നെ കണ്ടിന്യൂസ് ഇന്ത്യ കളിക്കാൻ തുടങ്ങി. അതിലൊരു എക്സ്പീരിയൻസാണ് കൽക്കട്ടയിൽ കളിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഇന്ത്യയുടെ മറഡോണെന്ന് പറഞ്ഞ കൃഷ്ണാനുടെയാണ്. ആ ടീമിൽ കൃഷ്ണാനുടെ, വികാസ് പാഞ്ചി, തരുൺഡെ, ഗ്രേറ്റ് പ്ലേയേഴ്സ്, ചീമോക്കേരി, അങ്ങനത്തെ ഇന്ത്യയുടെ ടോപ്പ് പ്ലേയേഴ്സാണ് ആ ടീമിൽ കളിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ചെന്ന് പറഞ്ഞത്. എല്ലാവരും പറയുന്നു കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ നശിച്ചു പോവും. പക്ഷെ എൻ്റെയൊക്കെ വലിയൊരു ഭാഗ്യം അവിടെ കളിക്കാൻ പറ്റിയതാണ്. അവിടെ ഒരു ഫുട്ബോൾ പ്ലെയറിന് പൂർണ്ണമാണെങ്കിൽ അവിടുത്തെ ലീഗ് കളിക്കണം, കൽക്കട്ട ലീഗ് കളിക്കണം. അതൊരു ഇതിപ്പോൾ ഈസ്റ്റ് ബംഗാളും മോഹൻബാനും ISL കളിക്കുന്ന ക്രൗഡല്ല, അതിനേക്കാളും വലിയ ക്രൗഡാണ്. അന്ന് ലീഗ് എന്ന് പറഞ്ഞാൽ വാറാണ് അവിടെ. പക്ഷെ ഇത്ര ISL ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ISLനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഷെയ്ഡ് അന്ന് ലിമിറ്റൊന്നും ഇല്ല അവർക്ക്. 1.5 ലക്ഷം ആൾക്കാരൊക്കെ കളി, 1.25 ലക്ഷം ആൾക്കാരൊക്കെ കളിയാണ് അവർ. അതേപോലെ പുറത്ത് ഭയങ്കര വാശിയാണ്. അതേപോലെ നമ്മൾ ആ പ്രഷറിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേൽ പന്തളിക്കും. ഭയങ്കര പ്രഷർ. 2 ടീമിൻ്റെ ആൾക്കാരുണ്ടാവും, 2 ടീമിലായാലും. അവിടെയൊക്കെ ഒരു വീട്ടിൽ തന്നെ 2 ടീമിൻ്റെ ആൾക്കാരുണ്ടാവും. തോറ്റൊരു ടീം മോഹൻബാൻ തോറ്റു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളുകാർ കൊല്ലും, ഈസ്റ്റ് ബംഗാൾ തോറ്റ മോഹൻബാനുകാർ കൊല്ലാൻ വർത്താനം പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു അവിടെ കളിക്കാൻ. ഈ പ്രഷർ താങ്കളുടെ ഒരു പ്രത്യേകതയായി വീണ്ടും താങ്കളുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യം, പ്രഷർ വളരെ കുറച്ച് എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ് വിജയൻ. അതായത് വിജയൻ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയൻ പിന്നെ ഇപ്പുറം ആര് നിന്നു, അപ്പുറം ആര് നിന്നു, ഡിഫൻസിൽ ആര് നിന്നു, ഇതൊന്നും വിഷയമല്ല ഗോളടിക്കുക. അതായത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്തയാണ്. അപ്പം ഈ ആ സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സും ഇറക്കവും ഇതൊക്കെ വിജയമാണോ അതോ എൻ്റെ ഗോൾ അടിച്ചിരിക്കും, ഏത് ഇതിലാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്? ഇല്ല, നമ്മളെ ഇപ്പം എന്ത് കാര്യം ചെയ്യണമെങ്കിലും ടെൻഷൻ അടിച്ചിട്ട്, ഇപ്പോൾ ഒരു ബിസിനസ്മാന് ടെൻഷൻ അടിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു ഡയറക്ടറിന് ഭയങ്കര ടെൻഷൻ കൊണ്ട് ഭയങ്കര തലയിൽ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു പന്ത് കളിക്കാരന് നമ്മൾ വലിയ ഈസ്റ്റ് ബംഗാൾ മോഹൻബാൻ കളി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ കേരളത്തിൽ നിന്ന് പോയി കളിക്കുന്നത്. ഞാനായാലും ജോപ്പോളായാലും ഈ സുരേഷ് ആയാലും ഷാഫ് സാറൊക്കെ, ഞങ്ങൾക്ക് ഏറ്റവും ഈസി ബിഗ് മാച്ച് കളിക്കാനാണ് ഭയങ്കര സന്തോഷം. അത് ഈസ്റ്റ് ബംഗാളും മോഹൻബാനും കളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അതുപോലെ മോഹമ്മഡൻസും മോഹൻബാനും കളിക്കാതെ ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പക്ഷേ ബംഗാളികൾക്ക് ഭയങ്കര പേടി. അവരെന്താണ് ഈസ്റ്റ് ബംഗാളിൽ മോഹൻബാൻ കളി തന്നെ അവർക്ക് ഭയങ്കര, നമുക്ക് ചെറിയ ടീമിൻ്റെ അടുത്ത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. കാരണം എന്താ, ക്ലബ് ടീം നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ കളിക്കാം, അവർക്കൊരു ഡ്രോ ഒക്കെ മതി. നമ്മൾ ബോൾ ട്രാപ്പ് ചെയ്യണം, തിരിയണം, അവരൊന്നും നിൽക്കുന്ന സമയമൊന്നുമില്ല, അവരെ വച്ചടിച്ച് ഞങ്ങൾ കളയലാണ്. പക്ഷെ ബിഗ് മാച്ച് ആകുമ്പോൾ ഒരു ബോൾ ട്രാപ്പ് ചെയ്ത് ഒരാളെ എത്തിക്കോറുള്ളൂ. മനസ്സിലായി. നമുക്ക് കണ്ട കാരണം നമുക്ക് അത്ര വലിയ ടെൻഷനും ഇല്ല. പിന്നെ ഒന്നാമത് ടെൻഷൻ വെച്ച് കളിക്കാം, നമ്മൾ കല്ല് വലിയാണ് അവിടെ.
എല്ലാവരും പറയും ഓരോ ബംഗാളി ഇവരെന്തിട്ട് അവിടെ ഒരു സീറ്റ് ഭയങ്കര രസമെന്ന് അവിടെ. ഇപ്പോൾ മോഹൻബാൻ്റെ കൂടെ മോഹൻബാൻ ഈസ്റ്റുമായിട്ട് കളി വെച്ചാൽ ഒരു ദിവസം മോഹൻബാനിലെ ഒരു പ്ലെയർ ബംഗാളി ഒരു സീറ്റിലിരുന്നു ചോദിച്ചോ, ആ കളി ജയിച്ചെന്ന് ചോദിച്ചോ. കളി ജയിച്ച് പിന്നത്തെ കുറേ കഴിഞ്ഞിട്ട് മോഹൻബാൻ ഈസ്റ്റ് ബംഗാളെ മാച്ച് നമ്മൾ തന്നെ അറിയാണ്ട് ആ സീറ്റ് പോയി നമ്മളെ ബലമായിട്ട് പിടിച്ച് ജനിപ്പിച്ച് കൂടെ വരുന്നു. അപ്പോൾ വെറുതെ ശരി, അവർക്ക് ഭയങ്കര അന്ധവിശ്വാസം കൂടുതലല്ലേ, അവർക്ക് ആ സീറ്റിൽ തന്നെ ഇരിക്കണ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇരുന്നിട്ട് കളി അയച്ചാൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെയുള്ളോ, എന്നിട്ട് ആ കളി തോൽക്കും ചെയ്യും ആ സീറ്റിൽ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര അന്ധവിശ്വാസം കൂടുതലാണ് ബംഗാളികൾക്ക്. അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ഭയങ്കര ക്രൈസാണ് അവിടെ, നല്ല രസമാണ് കളിക്കാനുള്ള രസമുണ്ട്. ഒയ്യോ നല്ല മഴയത്തായാലും ചെളിയിലായാലും കളിക്കാൻ നല്ല രസമാണ്. ചുറ്റും ആരവം വരുമ്പോൾ കളിക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര ക്രൗഡല്ല. അതുപോലെ 2 ടീമിന് ഞാനൊക്കെ ആയ കാരണം തന്നെ അടിക്കാണ്ടിരുന്നെന്നുള്ളൂ അവർ. ഞാൻ ഈ 91 അപ്പോൾ എനിക്കത്ര ഇവിടുത്തെ കളിയിലെ ഈസ്റ്റ് ബംഗാൾ മോഹൻബാൻ കളിയാണ്. കളി കഴിഞ്ഞിട്ട് ഞാൻ മോഹൻബാനിലാണ് കളിക്കണം. എന്നിട്ട് ഈസ്റ്റ് ബംഗാൾ തോറ്റു. അന്ന് ഞാനൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കിരൺ കോൺസ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്, എനിക്ക് ഹിന്ദിയൊക്കെ പഠിപ്പിച്ചെന്ന് അവനാണ്. ഞാൻ ആ ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് കിരൺ ആജാ അങ്ങനെ വരച്ച്, കാരണം അത് ഈസ്റ്റ് ബംഗാൾ തോറ്റ് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകണേ. അപ്പം ഞാൻ പൊളിട്ടുതയും പിന്നെ ഇപ്പോഴത്തെ മറ്റേ നിത്തുതയൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അജപ്പെട്ടെ ഇതൊരു അങ്ങോട്ട് വന്നേ അങ്ങോട്ട് പോയി അടിച്ച് ചകള പൊളിക്കുക ഒരു വേറെ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവരൊരു ഈസ്റ്റ് ബംഗാൾ മോഹൻബാൻ കളിയുടെ മോഹൻബാൻ്റെ യൂണിഫോം ഇട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പോയി എങ്ങനെ ഉണ്ടാവും? ഇതിൻ്റെ ഇടയിൽ ജീവിച്ചവൻ എന്ത് പ്രഷർ, എന്ത് പേടി. ഇതിപ്പോൾ നമ്മുടെ കളി കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിഞ്ഞിട്ട് വേറെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയർ, ബ്ലാസ്റ്റേഴ്സ് ജയിക്കുക തോൽക്കുന്നേട്ടെ തോറ്റ് വെക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എതിർ ടീമിന് ആള് ജയിച്ചിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വേണ്ട അല്ലേ, വരണ്ട. അതന്നെ പറഞ്ഞേ, അതിനേക്കാളും കഷ്ടമാണ് അവിടെ. അപ്പോൾ പക്ഷെ എനിക്ക് അന്ന് ബുദ്ധിയില്ലാത്താനും പറ്റിയാട്ടത്. തീ കുരുത്തോണ്ടല്ല, ബുദ്ധി. പിന്നെ ഞാൻ പോയിട്ടില്ലല്ലോ അങ്ങനെയൊന്നും, പിന്നെ കുറെ കളിച്ചിട്ടുള്ളല്ലോ. ഈ ബൂട്ടിയായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ എടുത്തു പറയേണ്ട ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. അത് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് ഫോം ചെയ്ത ഒരെണ്ണമാണോ അതോ ജെല്ലായി വന്ന് അങ്ങനെ സംഭവിച്ചത്? ഞങ്ങൾ കളിക്കണ ഏറ്റവും കളിച്ചത് ക്ലബ് ടീമിലല്ല, ഞങ്ങൾ ഇന്ത്യൻ ടീമിലാണ് ഏറ്റവും പാർട്ട്നേഴ്സ്. പിന്നെ എപ്പോഴും എതിരായിരിക്കും, കാരണം അവൻ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്നു, ഞാൻ മോഹൻബാനിൽ കളിക്കുന്നു, അങ്ങനെ എതിരെ കളിക്കണം. പിന്നെ ഞാൻ ജെയ്സിറ്റിയിൽ കളിക്കുമ്പോൾ അവൻ മോഹൻബാനിൽ കളിക്കുന്നു. ആകെ ഒരു വട്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചത്, ജെയ്സിറ്റിക്ക് ഒരു ക്ലബ്ബിൽ കളിച്ചത്. പിന്നെ ഇന്ത്യൻ ടീമിൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടൈമിൽ സ്ട്രൈക്കർമാർ കളിക്കണുള്ളൂ, പിന്നെ ഒക്കെ എതിര് കളിക്കില്ല പണി. അപ്പോൾ കുറേ കൊല്ലം തന്നെ അവൻ്റെ ജൂനിയറാണ്, അപ്പോൾ കുറേ കൊല്ലം ഞങ്ങൾ കണ്ടിന്യൂസ് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങടയിൽ അങ്ങനെ ജലസ് ഇല്ല. അപ്പോൾ ഞാൻ അവന് എനിക്കിപ്പോൾ ഹാഫ് ചാൻസ് അടിക്കാൻ പറ്റുള്ളൂ, ഗോളാക്കാൻ ട്രൈ ചെയ്യില്ല. അപ്പോൾ അവന് ഫുൾ ചാൻസ് അങ്ങനെ പാസ് കൊടുക്കുക, അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് അങ്ങനെ നടക്കുള്ളൂ. അതിന് നമുക്ക് ജലസിന് ഒരു ഫുട്ബോൾ പ്ലെയറിന് കളിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തന്നെ ഗോൾ അടിക്കണമെന്ന് നമുക്ക് ടീം ജയിച്ചാൽ പോരാ, ഗ്രൂപ്പ് ഗെയിം ആണല്ലോ, അത് ടീം ഗെയിം അല്ല. അതാണ് ടീം, ആര് ഗോൾ അടിച്ചാലും ടീം ജയിക്കണമെന്നുള്ളൂ. നമുക്ക് പാസ് കൊടുക്കാൻ, എനിക്ക് പാസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. യൂഷ്വലി ആ ഒരു ഹാഫ് ചാൻസ് അടിക്കാൻ നോക്കുന്നവർ പ്ലെയർ ആവില്ലല്ലോ, അത് ടീമിന് കൊലക്കി കൊടുക്കാന്ന് പറയുന്നത്. അപ്പം അതിനേക്കാളും നല്ല ചാൻസ് ഉള്ള ആൾ അപ്പുറത്ത് നിൽക്കണേ, അവൻ ഗോൾ അടിച്ചാലും ടീമല്ലേ ജയിക്കണം നമ്മുടെ. അത് ഭയങ്കര തോട്ടാണ്. പിന്നെ ഒരു രോമാഞ്ചിഫിക്കേഷൻ ഗോളുണ്ട്, ഭൂട്ടാനെതിരെയല്ലേ 12 സെക്കൻഡ്സിലാണ് ഗോൾ അടിക്കുന്നത്. അത് കളി തുടങ്ങുന്നേ ഉള്ളൂ, അതായത് അവിടെ നിന്ന് റെഫറിയുടെ വിസിൽ വന്നു, ആൾക്കാർ നോക്കുന്നതിന് മുന്നേ അവിടെ ഒരു ഗോള്, അതൊരു രോമാഞ്ചം ഗോളല്ലായിരുന്നു. ഭാഗ്യം അത് വലിയ ഭയങ്കര രസമാണ്. ടീം സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കോച്ചസ് ടീം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് ടീം കളിക്കാൻ നിർത്തി. അപ്പോൾ കോച്ച് വന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണല്ലോ, അവിടെ നോക്കി എല്ലാവരും കോച്ചിൽ വന്നിട്ട് കസാരിൽ വന്ന് തിരിച്ച് ഇരിക്കുക, അവിടെ നിങ്ങൾ നടന്നു കസാരിൽ വന്ന് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ സുഖീന്ദർ ടീക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കസാരിൽ വന്ന് വെച്ചിട്ട് കളി തുടങ്ങി. അപ്പോൾ ഒരു ഇന്ത്യ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായി, പ്ലേയേഴ്സ് കോൺമാരായിരുന്നു, കൈസേ ഇന്ത്യ ഗോൾ ലീഡ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സർ വിജയം മാറാ ക്യാ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫോൺ ചെയ്യുമ്പോൾ സുഖി വന്നിട്ട് പറഞ്ഞു, വിജയന്
12 സെക്കൻഡ് में गोल मारा അപ്പോഴാണ് 12 സെക്കൻഡിൽ ഗോൾ അല്ലെങ്കിൽ അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴാണ് ആൾ പറഞ്ഞത് 12 സെക്കൻഡിൽ ഗോൾ അടിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. ശരിക്കും ഇതിനെക്കുറിച്ച് ബോധവടെ ആയിരുന്നില്ലല്ലേ? അതായത് അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ കളിച്ച് ടച്ച് ചെയ്തു ബോള് അവരെ ടച്ച് ചെയ്ത. ഇപ്പോൾ സ്പീഡിൽ നിന്ന് തന്നെ നമ്മുടെ നജീബ് ഉണ്ട്, അവൻ സന്തോഷ് ഓഫ് ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ച എൻ്റെ കൂടെ ഇന്ത്യൻ മഹീന്ദ്രയുടെ പ്ലെയറാണ്. ഭയങ്കര സ്പീഡ് അവൻ. അവർ ടച്ച് ചെയ്ത് മൈനസ് കൊടുത്തപ്പോൾ ഒരു ഓട്ടം ഓടി അങ്ങോട്ട് ഓൻ്റെ ഓട്ടം ഭയങ്കര സ്പീഡായ മറ്റേ കാൽമുണ്ട്. അപ്പം ഞാൻ ഇവൻ ഫ്രണ്ടിലും ഞാൻ ഇങ്ങനെ വന്നു. അപ്പോൾ അവൻ ഇങ്ങോട്ട് ഇട്ടാന്ന് ഞാൻ വരണമൊക്കെ ഒരു അടി ചോദിക്കതാ. ഗോൾ എന്താ അവിടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നതുകൊണ്ട് അറിയാണ്ട് ഗോളായത്, അല്ലാണ്ട് അടിച്ച് ഗോളാക്കിയൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഈ 12 സെക്കൻഡ്സിൽ ഗോൾ അടിക്കുന്നു, ഒരുപാട് പേരിൽ ഒരുപാട് ഹിസ്റ്ററി ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരിക്കലും അത് ഒരു കളി കഴിഞ്ഞിട്ടോ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതെ പിന്നത്തെ കളിയിൽ നിന്ന് മാത്രം ചിന്തിച്ചല്ലേ ഇത്രയും വർഷവും കരിയറിൽ ആ കളിച്ച് അത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് എൻ്റെ പേരിൽ ഒരു 12 സെക്കൻഡ്സ് ഗോൾ ഉണ്ട്. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ജോപ്പോളൊക്കെ കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ ഡൂറാൻ കപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് നടക്കേണ്ട ദൂരമുള്ളൂ റൂമിലേക്ക്. അപ്പോൾ നമ്മൾ കളിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടന്നില്ല. അയ്യോ നിനക്കിത് ഇങ്ങനെ അല്ല, റൂമിൽ നിന്ന് ഇരുന്നിട്ട് നമ്മൾ രണ്ട് കളിയിലായിരുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഗോൾ അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജോപ്പോളം നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാറുണ്ട്. നമ്മൾ കളിയുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവൻ പറഞ്ഞാൽ അതിങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പ്രാക്ടീസിന് റെഡിയാക്കും. പക്ഷെ ഞാനൊരു നല്ല പ്ലെയർന്ന് ഞാനല്ല പറയണ്ടേ, നാട്ടുകാരെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്നിരിക്കില്ല. ഞാൻ വലിയ പ്ലെയറാണ് എന്ന് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോയേനെ. ശരിയാ, ഫെയിമിന്റെ നമ്മൾ കാലുകൊണ്ട് കളിക്കണതാണ്, അതെടുത്ത് തലയിലേക്കുള്ളതല്ല. മനസ്സിലായില്ല, നമ്മൾ കാലുകൊണ്ട് കളിച്ച് പോയാൽ മതി. അടുത്ത് തലയിൽ ഇരിക്കുമ്പോഴാണ് ആരും ഒന്നും ഇല്ലാണ്ടായി പോകുന്നത്. ഞാൻ ഭയങ്കര പന്ത് കളിക്കാരനാണ്, ഞാനല്ല പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞിട്ട് നമ്മളെ കേൾക്കുമ്പോൾ ഒരു സുഖം, അങ്ങനെ പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പണ്ടത്തെ ഞാൻ ചോദിച്ചാൽ ഞാൻ തിരിച്ച് ചോദിക്കുമല്ലോ. കളിക്കാരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ടീമുകളുണ്ട്. ISL വളരെ പോപ്പുലറാണ്. അന്ന് നമ്മൾ ഇന്ത്യൻ ടീമിന് കളിക്കുന്നു, ഇന്ന ക്ലബ്ബുകൾ കളിക്കുന്നു. അപ്പം അതിനിടയിൽ ഈ പറഞ്ഞ പോലെ തലകൊണ്ട് കളിക്കുന്നത് കൊണ്ടും കാലുകൊണ്ട് ആവശ്യത്തിന് കളിക്കാത്തത് കൊണ്ടാണോ പലരും അവരുടെ പ്രൈമിലോട്ട് എത്താത്തതെന്ന് ഞാൻ ചോദിച്ചാലോ? പേരെടുത്ത് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ആണ് ചോദിച്ചാൽ ആസ് എ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ഇതിൽ കൂടെ എല്ലാം കടന്നുപോയ ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ. ഞാനേ ചെറിയ കഥ പറഞ്ഞുതരാം. അല്ല, ഇപ്പോഴത്തെ ജനറേഷന് ആവശ്യമുള്ളതാണ്. എന്ന് വെച്ചാലേ പാടത്ത് പണിക്ക് പോയിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ പോയിട്ടുണ്ട്. ഞാറ് നടാൻ പോയിട്ടാ. ഞാൻ ഞാറ് കണ്ടിട്ടുണ്ട്, ഫുൾ പ്രോസസ്സ് കണ്ടിട്ടുണ്ട്, തമാശക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ എൻ്റെ അമ്മയ്ക്ക് അതായിരുന്നു പണി. പാടത്ത് പണിയും പിന്നെ കൊയ്യാനൊക്കെ പോയിട്ടുണ്ട്, കറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഈ ഞാറ് ഇങ്ങനെ നട്ട് ബാക്കിലേക്കല്ല കാരണം നട്ടിട്ട് വരുമ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ഇവിടെ വരെ എത്തുമ്പോൾ ഇത്രയും ഇങ്ങനെ ഉയർന്നു നിൽക്കും. അങ്ങനെയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് പച്ച ഇതായിട്ട് ഇങ്ങനെ കൊയ്യേണ്ട അത്രയ്ക്കായിട്ടില്ല, അപ്പോൾ ഒരു ചാതി സ്ട്രോങ് ആയിട്ട് നിൽക്കും. പക്ഷേ നമുക്ക് ഈ അരി എന്ന് പറയുന്ന സാധനം ലോകത്ത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനം അല്ലേ. നമ്മൾ ഇതാണ് നമ്മുടെ ജീവിതം. ഈ എപ്പോൾ ആണെങ്കിൽ പാടത്തിറങ്ങുമ്പോൾ നോക്കിയാൽ ഇത് വലുതായി കഴിഞ്ഞല്ലേ ആ ചാഞ്ഞ കിടക്കുള്ളൂ അല്ലേ. അവിടെ നമ്മൾ കൊയ്തെടുക്കുക അല്ലേ. ഒരു പ്ലെയർ ഒരു മനുഷ്യൻ അങ്ങനെ ആയാൽ മതി. ഒരു പീക്ക് ടൈമിലെത്തുമ്പോൾ ഇങ്ങനെ നിൽക്കാം, പക്ഷേ ഏറ്റവും പീക്ക് ഫോമിലെത്തുമ്പോൾ താന്നിന്നാൽ മതി. മനസ്സിലായോ ഉദാഹരണം? അവിടെ തന്നെ ഇങ്ങനെ നെഞ്ചു വിചാരിച്ച് ഞാനും ഭയങ്കര കളിക്കാരനാണ്, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിന് വേണേൽ അവിടെ നിൽക്കാം, തന്നെ കൊയ്തെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ജീവിക്കണേ. പക്ഷെ അവിടെ ചാഞ്ഞ് കിടക്കുകയാണ്, അവിടെ പാടത്ത് ചാഞ്ഞ് കിടക്കണുണ്ടല്ലേ, അത് കൊയ്തെടുക്കാൻ നമ്മള് സിമ്പിളാണ്, മനസ്സിലാക്കാൻ കഴിവുണ്ടായാൽ മതി. പക്ഷെ അതിലൊരു കാര്യം കൂടെ ഇല്ലേ, ഇപ്പോൾ പണ്ട് നിങ്ങളൊക്കെ കളിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല, ഫോൺ പിന്നെ വരുന്നത്, ഫോൺ ഇങ്ങനെ പോപ്പുലർ ആവുന്നു, TV എല്ലാം പോപ്പുലർ ആവുന്നത് പിന്നീടാണ്. സോഷ്യൽ മീഡിയ വളരെ പോപ്പുലറാണ്. അന്ന് പറഞ്ഞല്ലോ പോയ സമയത്ത് വീട്ടിലോട്ട് എഴുത്തു വരുന്നു, എന്തിനാണ് ദ്രോഹി അവൻ ഇടയ്ക്ക് പോയി എഴുത്ത് വരുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് വന്നപ്പോൾ അന്ന് വിജയേട്ടൻ തന്നെ വിചാരിച്ചു മോഹൻ ബഗാനും വേണ്ട, ബാംഗ്ലൂർ വേണ്ട, ഒന്നും വേണ്ട, തിരിച്ചു പോയേക്കാന്ന് വിചാരിച്ചു. അന്ന് ആ എഴുത്തുകളാണ് വന്നത്. ഒരു 150, 200, 500 എഴുത്തും നമുക്ക് കൂട്ടാം അന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന ഒരു പ്ലെയർ ആയി കഴിഞ്ഞാൽ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ചുറ്റും വരികയാണ്. അവർ പറയുന്നത്
അറിഞ്ഞോ അറിയാതെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പം മറ്റുള്ളവരെന്ത് പറയുന്നു, അവർ പറയുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിൽക്കണം എന്നുള്ളൊരു ചിന്തയും ഒരു പക്ഷേ ഇല്ലേ ഇതിൻ്റെ കൂടെ ഒരു പ്രശ്നമല്ലേ ഒരു കളിക്കാരന്? ആണോ അല്ലയോ? പറ, എൻ്റെ സംശയമല്ലേ വിജയേട്ടൻ, പറ. ഇല്ല, അത് ഓരോ ജനറേഷൻസ് അനുസരിച്ചല്ലേ മാറി വരുന്നത് ജനറേഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം നന്നായി കളിച്ച് കഴിഞ്ഞ് കൽക്കട്ടയിലും ഞാൻ കൽക്കട്ടയിൽ നിന്ന് വന്നായിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പം അതിൽ നിന്ന് മനസ്സിലാവും ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോഴത്തെ പ്ലേസ് കൽക്കട്ടയിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൽക്കട്ടയിൽ ഇപ്പോൾ പോയിട്ടുള്ള പിള്ളേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കൽക്കട്ട ന്യൂസ് പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നന്നായി കളിച്ചെന്ന് വെച്ചു, അവർ മാക്സിമം വിജയന്താക്കി പാലോ പ്ലെയർ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഇവിടെ എഴുതിയിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ ഇവിടെ എഴുതി ഫോട്ടോ ഒക്കെ ഇട്ട് ഇവിടെ കൊണ്ടുവയ്ക്കും. ഇതേപോലെ തന്നെ എന്നും നമുക്ക് നന്നായി കളിക്കാൻ പറ്റില്ല. ഒരു പ്ലെയർ, ലോകത്ത് ഒരു പ്ലെയർ നന്നായി കളിക്കട്ടെ എല്ലാ മാച്ചും നന്നായി കളിക്കുന്നവരൊന്നുമില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ഫ്ലോപ്പായിട്ട് കളിക്കുന്നവരുണ്ടാവും. ഒരു ദിവസം പൊട്ട കളി കളിച്ചില്ല, അതേപോലെ എഴുതി കൊണ്ട് നാട്ടിച്ച് വയ്ക്കും. അതാണ് കൽക്കട്ട. പക്ഷേ നമ്മളെന്തായി ഇവിടെ കൊണ്ടുവച്ചാലും അത് മൈൻഡ് ചെയ്യില്ല. ഇങ്ങോട്ട് ഇട്ടാൽ പിന്നെ തീരെ മൈൻഡ് ചെയ്യണ്ട. അത് മൈൻഡ് ചെയ്താലല്ല ഇത് മൈൻഡ് ചെയ്യണ്ടാവില്ല. അങ്ങോട്ട് വീണാലും ഇത്രയൊക്കെ പറ്റുള്ളൂ നോക്കിയാൽ. അപ്പോൾ നമ്മളവിടെ ഉള്ള സാധനം നമ്മൾ മൈൻഡില്ല. അങ്ങനെ ഒന്നാമത് അത് വായിക്കാനും അറിയാത്ത കാരണം അവന് കുഴപ്പമില്ല. ഫോട്ടോ നോക്കിയിരുന്നാൽ പോലെ കുഴപ്പമില്ല. ആരെങ്കിലും വായിക്കാൻ ബംഗാളികൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയും ടീക്കാച്ചി ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് അല്ലാണ്ട് വായിച്ച് ഇപ്പോൾ കൊണ്ട് വീഡിയോ എടുത്ത് കാണാമല്ലോ. നന്നായി, വളരെ നന്നായി. ഇനി അല്ല, അത് മനസ്സിലേക്ക് എടുക്കാത്ത, ഞാനത് പറയണില്ല. അപ്പൊ ഇനി കരിയറിലേക്ക് വരുമ്പോൾ അർജുന അവാർഡ്, ഇത് നമ്മളെല്ലാവരും ഗവൺമെന്റ് തരുന്ന എല്ലാവരും തരുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ ഈ അവാർഡൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് വിജയേട്ടന്റെ പ്രത്യേകത ചോദിച്ചു മേടിക്കുന്നതോ അല്ലെങ്കിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നോ ഒന്നും അല്ല, വന്നു കഴിയുമ്പോഴാണ് ഇതാണ് കൂടെയുള്ളവർ പറഞ്ഞത്. ശരിക്കും അങ്ങനെ തന്നെയാണ് അത്? അതെ, ഞാനേ ആക്ച്വലി എന്നെക്കാളും ഭയങ്കര ജൂനിയറാണ് ബൈജു. ഞാനപ്പോൾ ബൈജുവിന് കുഴപ്പമില്ല, ബൈജുവിനെ അറിയണ. അപ്പോൾ ഞാനൊക്കെ നാഷണൽ ടീമിൽ ഞാനും സത്യേട്ടനും ഷാഫ് സാറൊക്കെ ഡൽഹിയിലുള്ളപ്പോൾ നാഷണൽ ടീമിൽ ഞങ്ങൾ ക്യാമ്പിലുള്ളപ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ല. പിന്നെ അവൻ കളിക്കാൻ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറാണ്, എൻ്റെ ഏറ്റവും വലിയ പാർട്ട്ണറാണ്, എൻ്റെ ബ്രദറെ പോലെ അങ്ങനെ കൊണ്ടാണ്. അവന് അർജുന അവാർഡ് കിട്ടിയിട്ടാണ് എനിക്ക് അർജുന അവാർഡ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പം എന്നോട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എന്നോട് രാഷ്ട്രീയത്തിൽ വല്ല പിടിയുണ്ടോ ഡൽഹിയിൽ? ഞാൻ പറഞ്ഞു എനിക്ക് കളിക്കാനേ അറിയുള്ളൂ, പിടിക്കാനറിയില്ല. അത്ര അത് കഴിഞ്ഞിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് തരാൻ പറ്റാണ്ടായപ്പോൾ തന്നതാണ്. ഇനിയും ഇത് വൈകിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് തന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരിൽ ഒരു സിനിമ വരിക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇത്ര അധികം ആൾക്കാരുണ്ട്, സ്പോർട്സ് പ്ലേയേഴ്സ് ഉണ്ട്, നടന്മാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, വിരലിലെണ്ണാവുന്നവരുടെ പേരിലാണ് സിനിമകൾ വരിക. അതുപോലൊരു സിനിമ താങ്കളുടെ പേരിൽ വരണമെങ്കിൽ അത്രയ്ക്കൊരു മാർക്ക് ഒരുപാട് പേരുടെ മനസ്സിൽ വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഈ സിനിമയുടെ കാര്യങ്ങൾ അവരെങ്ങനെയാണ് വന്ന് ചോദിച്ചതൊക്കെ, അതിലോട്ട് എങ്ങനെയാണ്? പിന്നെ ആ ഒരു സിനിമയല്ല, ഒരുപാട് സിനിമകളിൽ പിന്നെ താങ്കളുടെ മുഖവും നമ്മൾ കണ്ടു. ശരിക്കും ഇതൊക്കെ ഭയങ്കര ആകസ്മികമാണോ? ഇല്ല, ഞാനിപ്പോഴും പറയണ കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഇത്രയും മീഡിയ ഉണ്ടായിരുന്നില്ല, ടി വി. ഇപ്പം നമ്മുടെ ഓരോ എല്ലാവരും പറയും എന്തെങ്കിലും ഒരു ക്ലിപ്പിങ്സ് കിട്ടാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കാരണം ദൂരദർശനൊക്കെ കളി കാണിക്കുന്നു. പക്ഷെ ഇപ്പോഴും പണ്ടത്തെ ആൾക്കാരെ മനസ്സിൽ നിൽക്കുന്നത് ആദ്യത്തെ സ്പോർട്സ് ലേഖകന്മാർ ഫുട്ബോളിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അവർ എഴുതുമ്പോൾ എഴുതിയാൽ ഞാൻ രവിമേനോ എന്നൊക്കെ പറഞ്ഞാൽ രവിമേനോനെ അതിനേക്കാളും പുലികളുടെ കോഴിക്കോട് മറ്റാ മരിച്ചു പോയില്ല ആളൊക്കെ എഴുതുമ്പോൾ റെഡിക്കും വീട്ടിലിരുന്ന പേപ്പർ വായിക്കുമ്പോൾ അവർ ശരിക്കും ഗ്രൗണ്ടിൽ പോയി കളി കണ്ടാൽ. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ബോൾ എടുത്ത് കൊണ്ടുകൊണ്ട് എഴുതുമ്പോൾ അതൊക്കെ അവരെ മനസ്സിലുള്ളത്. ഇപ്പോൾ അവർ അതാ എഴുതിയിട്ട് അങ്ങനെ അതാണ് ഇപ്പോഴും മറക്കാണ്ട് ഇങ്ങനെ നമ്മളെ ഇത്ര ഇഷ്ടം കൊണ്ട്. ഇപ്പോൾ കാരണം ഇത്ര പിള്ളേർ അവർ ജനിക്കുന്ന മുന്നേ നമ്മൾ കളി നിർത്തിയിട്ടുള്ളതാണ്. അവർ തന്നെ നമ്മൾ തിരിച്ചറിയാൻ കാരണം അവരുടെ അച്ഛന്മാർ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പ്ലെയർ അവർ കളി കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കാണാണ്ട് ചിലപ്പോൾ എഴുതിയത് വായിച്ചായിരിക്കും. അങ്ങനത്തെ നല്ല വിവരമുള്ള ഫുട്ബോളിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നോളേജ് ഉള്ളവരാണ് അത് ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോഴും ഇങ്ങനെ അവരെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നത് വരെ നമ്മൾ അങ്ങനെ ഇതെന്നോട് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ നടക്കണം. അപ്പം നമ്മൾ
പറയാം പറയാം എന്നിട്ട് നിൽക്കുന്നത് ഓക്കെ നോക്കാം നമുക്ക്. അങ്ങനെ സംഭവിച്ചു പോയതാ. സംഭവിച്ചു എങ്ങനെയോ സംഭവിച്ചു പോകുന്നത്. പക്ഷെ ഒരു സിനിമ സംഭവിക്കാം, സ്വന്തം സിനിമ അഭിനയിച്ചാണോ? അല്ല, ആദ്യത്തെ നമ്മുടെ സ്വന്തം സിനിമ കഴിഞ്ഞിട്ടല്ലേ, ജീവിതം കഴിഞ്ഞിട്ടല്ലേ അഭിനയം ഉള്ളൂ. അല്ല അഭിനയിക്കുന്ന കുറേയില്ലേ, ഇതൊക്കെ വരണല്ലോ. അല്ല, അതെന്താണ് സംഭവം? എപ്പോഴാണ് തീരുമാനിച്ച കൊള്ളാം എന്നെ സ്ക്രീനിൽ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി? പടാ അഭിനയിക്കാനാ? അഭിനയിക്കാൻ ജയരാജേട്ടൻ ഫംഗ്ഷനിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാണ്, ഞാൻ നിന്നെ അടുത്ത പടത്തിൽ നായകനാക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണാടി നോക്കാറുണ്ട് ചേട്ടൻ എന്നിട്ട് പറയണേന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ അടുത്ത്. നല്ല കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു എന്നിട്ട് നേരെ പോയിട്ട് ഞങ്ങൾ രണ്ടൊരു സ്റ്റേജിലാണ്, നേരെ പോയിട്ട് ഇരുത്തിയിട്ട് അടുത്ത പടത്തിലെ നായകനാണ് വിജയൻ എൻ്റെ അടുത്തതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശ്വര നായകനോ? ഞാൻ ശരി ഹെഡ് ഓഫീസിൽ ചോദിക്കണ്ടേ, വൈഫിനോട് ചോദിക്കണ്ടേ, പടത്തിൽ അഭിനയിക്കാൻ പോകണല്ലേ, അല്ല വീട്ടിൽ കയറ്റില്ല. അവയെ പറ്റി രാജി പിന്നെ ജയരാജൻ്റെ പടങ്ങൾ ഉഗ്ര പടങ്ങളല്ല ആ കാലത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജയരാജൻ ഭയങ്കര കമ്പനിയായി, തൃശ്ശൂർ തന്നെ ആയിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിൽ പോകും. പിന്നെ ഒരുമിച്ച് ഞങ്ങൾ ദുബായ് ഷോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയി. പിന്നെ അപ്പോൾ ഫ്രീ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ചേട്ടനാ പറഞ്ഞത് എൻ്റെ കാലിനേക്കാളും ഭംഗി എൻ്റെ ഫേസ്. എന്ത് കണ്ടിട്ട് ആൾ പറഞ്ഞത് എനിക്ക് വീട്ടിൽ ഇതുവരെ ചോദിച്ചിട്ട് എനിക്ക് മറുപടി ഒന്നുമില്ല. അതല്ല ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് കണ്ടിട്ടാ ഈ മോന്തനെ കുറിച്ച് ഇങ്ങനെ പറയാം? കാലിനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പന്ത് കളി ഭയങ്കര ഇഷ്ടമുള്ള കാല്, ഇതെന്ത് കണ്ടിട്ടാന്ന് വെച്ചാൽ ചേട്ടൻ ഇതൊരു മറുപടി ഒന്നുമില്ല എനിക്ക്. പക്ഷെ മനസ്സിലായി, മറുപടി ഇല്ല, അതുകൊണ്ട് തരാത്ത. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സിനിമ തീരത്തില്ലേ? ഇനൊക്കെ വില്ലനല്ലേ നായകനായിട്ട് കിട്ടി. പക്ഷെ വില്ലനാക്കുന്നതിന് എനിക്കൊരു കുറ്റം പറയാനില്ല. നിങ്ങളുടെ കൂടെ കളിച്ചവരെല്ലാരും പറഞ്ഞേ എതിരി വശത്ത് ആ വിജയൻ നിന്ന് കളിക്കുവാണെങ്കിൽ ഒരു വില്ലനായിരുന്നു എന്നാണ്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതിവിടെ കളിയല്ലേ, ഇത് അഭിനയല്ലേ? ഞാൻ പറഞ്ഞേ ആ അഗ്രസീവ്നെസ് കണ്ടിട്ടാണ് ഇവനൊരു വില്ലനാവാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വിളിച്ചേ. അല്ല, ഈ അവസരത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഫാമിലിയിലോട്ട് വരണതിന് മുന്നേ മനഃപൂർവ്വം കൊടുത്ത ഫൗളുകൾ ഓർത്തിരിക്കുന്ന എത്ര എണ്ണം കാണും? അയ്യോ കുറേ ഉണ്ട്. ഒന്നും ചെയ്യാത്ത കാരണം പിന്നെ ഓർത്തിരിക്കുന്ന കാര്യമില്ല. ഏതെങ്കിലും പ്ലേയേഴ്സ് ചോദിച്ചോക്കെ എൻ്റെ എതിര് കളിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഡിഫൻസ് ഞാൻ വല്ലതും ചെയ്യുമോ? ഞാൻ ഒന്നും ചെയ്യാറൊന്നുമില്ലായിരുന്നു. കാണുമ്പോൾ പേടിച്ച് മാറുമെന്ന് അവർ പറഞ്ഞു. കാരണം വേറൊന്നും അല്ല, അവനെങ്ങാനും ഒരു തട്ട് തന്നാൽ തീർന്നു എന്ന് ഓർത്ത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഓൾറെഡി അഗ്രസീവ് ആയതുകൊണ്ട് അവർ ജീവൻ പേടിച്ചിട്ട് വഴി മാറി പോക്കോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് കൈ കൊള്ളണായിരിക്കും, നമ്മള് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. വേണമെന്ന് വെച്ചിട്ടല്ല. പാവ കളിച്ചവരുടെയൊക്കെ അവസ്ഥ മോശമാണ്. എതിരെ കളിച്ചവരുടെ ഒത്തിരി പേരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണ്ടേ. ഷില്ലർ സാറിന്റെ അടുത്ത് വരെ ചോദിച്ചിട്ട് വരണമെങ്കിൽ ഓട്ടോമാറ്റിക് ആയി പോണാണ്. ഫൗൾ നമ്മള് വേണമെന്ന് വെച്ചൊരു ആളെ ഫൗൾ ചെയ്യണത് അത് നമ്മുടെ തൊഴിലിനോട് ഇതായിട്ടുള്ള നമ്മളറിയാണ്ട് വിത്ത് ബോളിൽ കൈ കൊള്ളലും ഓപ്പണായിട്ട് ചെന്ന് ഇങ്ങനെ ചവിട്ടുന്ന വ്യത്യാസമില്ല. എല്ലാവരും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. ഓപ്പണായിട്ട് പോയി ഇങ്ങനെ ചവിട്ടണം. പിന്നെ ഈ ബോൾ ട്രാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ വെച്ച് കളിക്കാൻ പറ്റില്ല ഫുട്ബോളാണ്. ശരിക്കും എന്താ ഫുട്ബോളേഴ്സിന്റെ എല്ലാം ന്യായം ഒന്ന് തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. ഇതൊക്കെ തന്നെ എല്ലാവരും പറയണേ, മനഃപൂർവ്വമല്ല, തട്ടിപ്പോകുന്നതാണ്. ഇനി ഫാമിലി, ഇതിനിടയിലാണ് കല്യാണവും മക്കളെല്ലാം. അത് ഏത് പീരീഡിലാണ്? ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിങ്ങൾ സമയമൊന്നും വേണ്ടല്ലോ, അതിനിപ്പോൾ എന്തിനധികം സമയമൊന്നും വേണ്ടല്ലോ. സമയം കല്യാണം കഴിക്കാൻ വേണമെന്നല്ല, ഇതിൻ്റെ ഇടയിൽ അത് മാനേജ് ചെയ്ത് പോവുക. നിങ്ങൾ മിക്കവാറും ട്രാവലിംഗ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ വീട്ടിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം മാനേജ് ചെയ്യാൻ ഒരാളെ വെച്ചിട്ട് നിങ്ങൾ പോയി. അപ്പം മക്കൾ 2 പേര്, 3 പേരുണ്ട്. മൂത്ത ആള് അർച്ചന വിജയൻ, ആള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, 2 പേരക്കുട്ടികളായി. അപ്പൂപ്പൻ. രണ്ടാമത്തെ ആള് ഈസ്റ്റ് ബംഗാളിൽ വീഡിയോ അനലിസ്റ്റ് ആണ്. പുള്ളി നിങ്ങളുടെ ബംഗാൾ സ്നേഹം കൊണ്ട് ആ വഴി പോയതാണോ? അവ 2 കൊല്ലം കൂടെ ഗോകുലപ്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. കളിക്കണം എന്ന് പറഞ്ഞില്ലേ മക്കളാരും? കളിക്കായിരുന്നു അവൻ. പിന്നെ അവൻ തന്നെ മനസ്സിലായി, അവൻ തന്നെ തെരഞ്ഞെടുത്തു. കളിച്ചിട്ടൊന്നും ഞാൻ നന്നാവില്ല, അവൻ തന്നെ നന്നാവില്ല മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ ഫീൽഡ് തെരഞ്ഞെടുത്തു. അപ്പം പറഞ്ഞതായിരിക്കും മോനെ ഇത് പോരാ, അങ്ങനെ ഇങ്ങനെ. ചെറുപ്പത്തിൽ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല, ഏടാ നീ അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം, ഒരു കോച്ചായി അപ്പൻ അവതരിച്ചില്ല? അവന് MSPയിലാണ് പഠിച്ചത്. പിന്നെ ആഷിഖ് കുര്യനും അവനൊക്കെ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ അവൻ്റെ വഴി തിരഞ്ഞെടുക്കാമല്ലോ. പിന്നെ താഴെ UK അവള് MBA കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. ഈ ഒരിക്കലും മനസ്സിനുള്ളിൽ ഒരു ഫുട്ബോളർക്ക്, അത് ഇത്രയും ഇതിഹാസം പോലുള്ള ഒരു ഫുട്ബോളർക്ക് എൻ്റെ മകൻ കളിക്കണം, അവനും എന്നെ പോലെ മക്കളാരും അങ്ങനെ ഒരു ഞാൻ വിചാരിച്ചില്ല, അവൻ വിചാരിക്കണ്ടേ? നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചിട്ടെന്താ കാര്യം, അവൻ വിചാരിച്ചല്ല കാരണം. അങ്ങനെ
ഇനി ഞാൻ ഒത്തിരി പക്ഷെ വലിയ സന്തോഷമുണ്ട്, ഫുട്ബോൾ ഫീൽഡിലാണ് തിരഞ്ഞെടുത്തതാണ്. അനലിസ്റ്റ് അനലിസ്റ്റ് തന്നെ കളിക്കാൻ എത്ര കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരിയാണ്. ഏറ്റവും ജോലി കൂടല്ല, കളിക്കാൻ നമുക്ക് 1.5 മണിക്കൂർ നമ്മുടെ അറിയുന്ന കളി കൊണ്ട് കളിച്ചാൽ മതി. പിന്നെ അറിയുന്ന കളി കളിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇത്ര ഫേമസ് ആയ, എല്ലാവരും IM വിജയൻ എന്ന് പറയണേ. ജീവൻ കൊടുത്ത് കളിച്ചിട്ടാണ് അവിടെ വരെ എത്തിയത്. ഇനി ഞാൻ ഏറ്റവും ആദ്യം കണ്ടത് എവിടെയാന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്ക് വരുന്ന സമയത്താണ് ഞാൻ വിജയേട്ടനെ ഏറ്റവും ആദ്യം കാണുന്നത്. ഞാൻ വളരെ ആരാധനയോട് കൂടി അവിടെ ഹോതി അതാണല്ലേ ആളെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള സ്നേഹവും ബന്ധവും എന്താണ്? ഇല്ല, നമ്മുടെ നാട്ടിലെ ടീമല്ല. തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ ഒരു ടീമുണ്ടാകുമ്പോൾ അതിന് ഭയങ്കര ആത്മാർത്ഥ്യവും. കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ISL നടക്കുന്നത് തന്നെ ഇത്രയധികം ആൾക്കാർ സപ്പോർട്ടേഴ്സ് ഉള്ള കാരണമാണ്. വേറൊരു ടീമിന് ഇത്ര ആരാധകരില്ല എന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ വേൾഡിലെ 2ാം സ്ഥാനമൊക്കെയാണ്. അത് മറ്റേ അർജൻറ്റീന ക്ലബ് ടീമിനാണ് അധികം സപ്പോർട്ടേഴ്സ് ഉള്ളത്. പിന്നെ നമ്മുടെ അവിടെ കേരളത്തിൽ ബ്ലാസ്റ്റേഴ്സിനാണ് ഏറ്റവും അധികം സപ്പോർട്ടുള്ളത്. ഞാനെപ്പോഴും പറയണതേ, ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇതാണ് ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനാണ്. പക്ഷെ ഞാൻ അവിടെയും പറയാറുണ്ട്, ഞങ്ങൾ ഇന്ത്യൻ ടീം ഒരു 90 പോസ്റ്റിലെ 95 റാങ്കിങ്ങിൽ നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. അന്നാണ് മന്ത്ലി കോച്ച് എന്ന് പറഞ്ഞിട്ട് FC ഒരു അവാർഡ് കൊടുക്കും. അത് കിട്ടിയത് സുഖീന്ദറിനാണ്. ഇത് കുറേ ഇഷ്ടംമാതിരി കോച്ചസ് വന്നിട്ടുണ്ട് ഇവിടെ. ഒരൊറ്റ ആൾ കിട്ടിയില്ല. ഇന്ത്യൻ ടീമിൽ കുറേ കോച്ചസ് ഉണ്ട്. ഇത് എല്ലാ മാസം കൊടുക്കണ ഒറ്റ കോച്ചസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷെ കിട്ടിയത് ഒരൊറ്റ വട്ടം കിട്ടിയിട്ടുള്ള സുഖീന്ദറിനെ കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ കളിക്കുന്ന സമയത്താണ് കിട്ടിയത്. അത് നമുക്കൊക്കെ ഭയങ്കര പ്രൗഡാണ്. 90 ഉണ്ടാകുന്ന തോന്നണോ 90 നിൽക്കുന്ന സമയത്താണ് റാങ്കിൽ നിൽക്കുമ്പോഴാണ് ആൾക്ക് കിട്ടിയത്. പക്ഷെ ഇന്ത്യൻ കോച്ചസ് ബെസ്റ്റ് കോച്ചസുകളുണ്ട്. മനസ്സിലായി, ഇന്ത്യൻ കോച്ചസ് ഉള്ളപ്പോൾ നല്ല റിസൾട്ട് ഇന്ത്യൻ ടീമിന് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഫോറിൻ കോച്ച് പോയി, പക്ഷെ ഉത്തമം വന്നു, നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഞാനെപ്പോഴും സെലക്ട് ചെയ്യുന്ന ഇന്ത്യൻ കോച്ചസിനെ പറയുള്ളൂ. കാരണം അത്രയും നല്ല കാലിബറുള്ള കോച്ചസ് ഉണ്ട്. റഹീം സാബ് എന്ന് പറഞ്ഞിട്ട് മൈതാൻ എന്ന് പറഞ്ഞിട്ട് പടം കണ്ടു കണ്ടില്ലേ? അല്ലെ റഹീം സാബില്ലേ ആള്. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല ആളെ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നെയ്മുദ്ദീൻ ക്യാമ്പിൽ എപ്പോഴും റഹീം സാബ് ദിക്കായാത്ത ഇങ്ങനെയൊക്കെ പറയാം. അത്ര ഗ്രേറ്റ് കോച്ചാണ്. അല്ലാണ്ട് മൈതാൻ എന്ന് പറഞ്ഞ പടമുള്ള പേരിൽ ഇറങ്ങില്ലല്ലോ. അപ്പോൾ ആളൊരു സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു, ഡയമണ്ട് സിസ്റ്റം അന്നത്തെ കാലത്ത്. അത് നമ്മുടെ അവിടെ കളിച്ചിട്ടാണ് പുറത്ത് പോയി കളിച്ച് നല്ല റിസൾട്ടൊക്കെ കിട്ടിയത്. ആ സിസ്റ്റമാണ് ബ്രസീലെടുത്ത് കളിച്ചത്. താങ്ക്സ് റഹീം എന്ന് പറഞ്ഞിട്ട് ആളവിടുന്ന് അവിടുത്തെ കോച്ച്. ആ സിസ്റ്റമാണ് ഇവിടെ അടുത്ത സിസ്റ്റം എടുത്തിട്ടാണ് ബ്രസീൽ ആ കണ്ടിന്യൂ ചെയ്ത് കുറേ വേൾഡ് കപ്പ് എടുത്തു. നമ്മളവിടെ എത്തിയില്ല. അപ്പം അത്രയും കാലിബറുള്ള കോച്ചസ് ഉണ്ട് നമ്മുടെ അവിടെ. മനസ്സിലായി. നമ്മളീ പുറത്തുനിന്ന് ഇത്രയും പൈസയും കൊടുത്ത് എടുത്തിട്ട് അന്നേരം നമ്മുടെ ഇന്ത്യൻ കോച്ചിൻ്റെ ചാൻസ് കൊടുക്കുക. ഞാൻ എന്നെ അവിടെ പറയാറുണ്ട് കേട്ടോ, ഞാനില്ലാതല്ല. എനിക്കിഷ്ടം എപ്പോഴും ഇന്ത്യൻ ടീമിലായാലും. ഇപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഇഷ്ടംമാതിരി ഫുട്ബോൾ പ്ലേയേഴ്സ് ലൈസൻസും പ്രോ ലൈസൻസും എടുത്തപ്പോൾ പറഞ്ഞു നമുക്ക് മറ്റുള്ള ചെറിയ ടീമിനൊക്കെ ചീഫ് കോച്ച് വരാവട്ടെ. നല്ല എക്സ്പീരിയൻസ്. വെറുതെ ലൈസൻസ് മേടിച്ച് വീട്ടിൽ വെച്ച് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ. ഒന്നിനും കളിച്ച എക്സ്പീരിയൻസ് കിട്ടിയാൽ കളിക്കാറിങ്ങിയല്ലോ കിട്ടുള്ളൂ, പുറത്തിരുന്നാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ളതാണ്. വൺ ഡേ സൂൺ നമ്മൾ പിടിക്കും തീർച്ചയായിട്ടും. അതാണ് വേണ്ടത്. മറഡോണ എന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ അദ്ദേഹമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ? ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ഇന്ത്യൻ ടീമിൽ പറഞ്ഞാൽ മതി ആദ്യം. സുനിൽ ഛേത്രി. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴത്തെ കറൻ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ? ലൂണ. ഇനി മലയാളി പ്ലെയേഴ്സ് ഇന്ത്യയിലെ പല ക്ലബ്ബുകളിലായിട്ട് എല്ലാ ക്ലബ്ബിലും നല്ല കളിക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള മലയാളി പ്ലെയർ? ഇവിടെ നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലെയറില്ലേ, ജിതിനാണോ? ജിതിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇനി ഇന്ത്യൻ ഫുട്ബോളിൽ IM വിജയൻ കാണുന്ന ഒരു സ്വപ്നം എന്താണ്? ഇതിന് മുന്നോട്ടുള്ള ഒരു യാത്ര
അതിൽ കാണുന്നൊരു സ്വപ്നം എന്താണ്? കാരണം നമുക്ക് ഭയങ്കര നമ്മൾ കേരളത്തിലല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ക്രിക്കറ്റിനോടാണ് കംപ്ലീറ്റ് പാഷൻ. കേരളത്തിൽ നമ്മളാണ് ഓഫ് കോഴ്സ് മോഹൻ ബഗാനൊക്കെ അവിടെ കളിക്കുമ്പോൾ അവരുടെ അടുത്ത്, പക്ഷേ നമ്മൾ ക്രേസി ആയിട്ട് ഫുട്ബോൾ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. എന്നാൽ ഫുട്ബോളിന് വേണ്ടത്ര പ്രാധാന്യം ഇന്ത്യയിലില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ കാണികൾ വരുന്നതും എല്ലാം അങ്ങനെയാണ്. IPL കിട്ടുന്നൊരു ഗ്ലാമർ ISL കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് ആ കാണികൾ വരുന്നതനുസരിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ IM വിജയൻ എന്ന് പറയുന്ന ആൾ കാണുന്നൊരു സ്വപ്നം എന്താണ്? ഞാൻ കാണുന്ന സ്വപ്നം വേൾഡ് കപ്പ് വിട്ടേക്ക്. എന്തിനാ വിടണേ? ഒരു ദിവസം എടുക്കാലോ. അതേത് പ്ലെയേഴ്സിനാണ് ആഗ്രഹമില്ലാത്തത്? നമുക്കൊരു വേൾഡ് കപ്പ് കളിക്കണം വേണം. നമ്മളെക്കാളും നമുക്കും ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഗോഡ് ഈസ് ഗ്രേറ്റ്. എല്ലാ ടീമിൻ്റെയും കളികൾ കാണാറുണ്ട്, പ്ലെയേഴ്സിനെ അറിയാം. എത്ര വർഷത്തിൽ നമ്മളൊരു വേൾഡ് കപ്പ് സ്വന്തമാക്കുമായിരിക്കും? പ്രതീക്ഷ പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പ് 42 ടീമുകളാണ് കളിക്കുന്നത്. 48 ടീമുകളാണ് കളിക്കുന്നത്. ഇപ്പോൾ 8 ടീം അങ്ങോട്ടല്ലോ. ഇപ്പം എത്ര ടീമുണ്ട്? അത് കൂടുതലല്ലോ, പല ഗ്രൂപ്പായിട്ടുള്ളതല്ലേ. മറ്റേത് ഏഷ്യന്ന് 8 ടീമാണ്. അപ്പം അത് എത്ര 12 ടീം അങ്ങോട്ട് ആക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്താൽ അതിലേക്ക് എത്താം. ഇനി ശരിക്കും ഇവിടെ നിന്ന് ഇവിടെ എത്തിയൊരു കരിയറും ജീവിതവുമാണ് IM വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടേത്. ആരും ഒരു ഗോഡ് ഫാദർ ഇല്ല, ആരും വളർത്താനില്ല, സൗകര്യങ്ങൾ ചെയ്തു തരാനില്ല. അവിടെ നിന്നാണ് ഈ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നത്. ലോകത്തിൽ ആ ഒരു ഗോൾ ഇൻ്റർനാഷണലാണ്. അങ്ങനെ എത്ര ഗോളുകൾ, അങ്ങനെ ഒരാളായി തീർന്നത്. പുതിയ തലമുറയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട്, ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് കൊടുക്കും? ഞാനെന്നല്ല, ഇപ്പോൾ സത്യേട്ടനായാലും ഷാബ് സാറായാലും ജോപ്പാളായാലും പെട്ടെന്നൊരു ജോപ്പളഞ്ചേരോ പെട്ടെന്നൊരു സുരേഷോ അല്ലെ പെട്ടെന്നൊരു VP സത്യനോ ആയതല്ല. കുറേ ബുദ്ധിമുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ബാക്കിൽ കുറേ ബുദ്ധിമുട്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മളെ കളിക്കാൻ ഇറങ്ങുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാൻ ആരില്ലാത്തപ്പോൾ നമ്മളൊക്കെ അതിനെ തരണം ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഹാർഡ് പ്രാക്ടീസ് ചെയ്യുക. കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞൊരു എന്താ പറയുന്നത്, കുന്നോളം ആഗ്രഹിക്കുക കിട്ടുന്നു. അത് മതി നമുക്ക്. ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഒക്കെ ദൈവം ചെയ്യുന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ദൈവം പാതി, നമ്മൾ പാവതി എല്ലാവരും മുക്കാമായും ചെയ്യണം. നല്ല ദൈവം എന്തെങ്കിലും ചെയ്യണം. വെറുതെ വീട്ടിലിരുന്നിട്ട് ദൈവം ചെയ്തോളും, കുറേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസം തന്നെയാണ്. അല്ല, ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഗുണം കിട്ടുള്ളൂ. നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും തീർച്ചയായിട്ടും ഗുണം കിട്ടുന്നുള്ളതാണ് ഞങ്ങളൊക്കെ. ഞാനായാലും ജോപ്പോളായാലും സുരേഷ് ആയാലും സത്യേട്ടനായാലും ഷാഫ് സാറായാലും അത്രയധികം ബുദ്ധിമുട്ടിയുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഗോൾഡൻ ഡിസ്പ്ലിനിൽ ജനിച്ചാരല്ല. അതെ. ഇപ്പോൾ എൻ്റെ ടീച്ചർ, എനിക്ക് പ്രഭാവതി ടീച്ചർ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണമില്ലാത്ത ടീച്ചറൊക്കെ ആയിരുന്നു ഭക്ഷണം കൊണ്ടുവന്നത് വീട്ടിൽ നിന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം അമ്മ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉപ്പിയും പാട്ടം കടലാസ് എടുത്ത് വരുമ്പോൾ ഞാനൊരു 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് അവിടെ സ്കൂൾ വിട്ട് വരുന്നതിനൊക്കെയാണ് അത് മേടിക്കുക. ആ എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ 100 രൂപ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനറേഷൻ മാറി. അന്നൊരു 10 പൈസ മിഠായി കിട്ടിയാൽ നമ്മൾ തിന്നങ്ങോട്ട് നടന്ന് ക്യാമ്പിന് പോകും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അമ്മ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഞാനും ചേട്ടനും ഇങ്ങനെ ഇരിക്കും. പുട്ടും കടലേക്കാണ് രാത്രി കൊണ്ടുവരിക. അമ്മ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ കച്ചവടം എന്ന് പറഞ്ഞാൽ മറ്റേ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ കച്ചവടത്തിന് പോയതല്ലടാ, കുപ്പിയും പട്ടം കല്ലാസ് വിൽക്കാൻ പോയതാണ്. അപ്പോൾ അതൊക്കെ കാത്തിരിക്കുമ്പോൾ ഒരു രസം വേറെയാണ്. അപ്പോൾ അപ്പം നമുക്കറിയാം ബുദ്ധിമുട്ടിയാലാണ്. ഞാൻ പറഞ്ഞപ്പോൾ സോഡയും ഇതൊക്കെ വിൽക്കാൻ പോയത് കയ്യിലാശില്ലാണ്ട്. കയ്യിൽ ആശും കിട്ടും. കളി കാണുമെന്ന് പറഞ്ഞാൽ കളി കാണാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഇങ്ങനെ വിറ്റ് വരുമ്പോൾ അമ്മരയിൽ ഒരു 20 രൂപ 30 രൂപ കൊടുക്കാൻ പറ്റിയ ആ സമയത്ത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ല. പക്ഷെ നമ്മളൊക്കെ സക്സസ് ആയത് ആ ഒരു അവരുടെ പ്രാർത്ഥനയും അച്ഛനമ്മേരെയും പ്രാർത്ഥനയും. അച്ഛൻ്റെ അച്ഛനും ഭയങ്കര ക്രേസ്ഫുള്ളാണ് ഫുട്ബോളിന്. പക്ഷേ അച്ഛനാണ് എന്നെ ക്യാമ്പിലുണ്ടാക്കി. പക്ഷേ എനിക്ക് ഏറ്റവും ഇപ്പോഴും വിഷമം ഒരു IM വിജയനായിട്ട് അച്ഛൻ കണ്ടിട്ടില്ല. ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മോനായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ അച്ഛൻ മരിച്ചു.
അല്ലേ. അപ്പോൾ അതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലെയർ ആയതും ഈ പോസ്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാനും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നതാണ്. കഷ്ടപ്പാടുകൾ, ഹാർഡ് വർക്ക്, ഫുട്ബോളിൽ എത്തിയതും ഫുട്ബോളിൽ പേരുണ്ടാക്കിയത് അതുകൊണ്ടാണ്. ഫുട്ബോൾ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? ഇതൊക്കെ തന്നെ. കുറേ നല്ല നല്ല ആരാധകരല്ല, നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ കിട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫ്രണ്ട്സ് സർക്കുലേഷൻ ഭയങ്കര അധികമാണ്. അതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് പെണ്ണുങ്ങളായാലും ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ വീട്ടുകാരോട് പറയാൻ പറ്റാത്തവർ അവരോട് ഷെയർ ചെയ്ത് അവരൊരു അല്ല അങ്ങനെയൊക്കെ നടക്കുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ വീട്ടുകാരോടൊന്നും പറയാൻ പറ്റില്ല, എന്തെങ്കിലും വിഷമമോ കാര്യം പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം. എപ്പോഴും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അവരൊക്കെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് തന്നെ. നമ്മുടെ കൂടെ ബന്ധുക്കളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അനുഭവം കൊണ്ട് പറഞ്ഞാണ് മോളെ. മനസ്സിലായി. നമ്മൾ ഓരോ സ്ഥലത്ത് കുത്ത് കിട്ടിയും അത് ജീവിതത്തിൽ നിന്നാണല്ലോ പഠിക്കുന്ന കഷ്ടപ്പാടിൽ തന്നെ ഉണ്ടായുള്ളൂ. അതൊന്നും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൂടെ നിന്നത് പ്രതീക്ഷിക്കാത്തവരാണ് കുത്തിയതും. പറഞ്ഞാൽ തീരില്ല എന്ന്. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. വണക്കം. താങ്ക് യു സോ മച്ച്.